ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നീ ഇപ്പോൾ ഒരു പോരാട്ടത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. മനസ്സിൽ ഭാരവും കണ്ണിൽ കണ്ണുനീരും ഹൃദയത്തിൽ പല ചോദ്യങ്ങളും. പക്ഷേ ഇന്നത്തെ സന്ദേശം നിനക്കുള്ളതാണ്. യഹോവ നിനക്കു വേണ്ടി യുദ്ധം ചെയ്യും. ഇതൊരു മനുഷ്യൻ്റെ വാക്കല്ല, നിനക്കു വേണ്ടി ദൈവത്തിൻ്റെ വാക്കാണ്. ബൈബിളിൽ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ മുൻപിൽ ചെങ്കടലും പിന്നിലായിട്ട് ഫറവോൻ്റെ സൈന്യവുമുണ്ട്. ഇസ്രായേൽ ജനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ വഴിയില്ല, അതുപോലെ പിന്നോട്ടു പോകാനും വഴിയില്ല. അവരുടെ കണ്ണുകൾ പേടിയാൽ നിറഞ്ഞു. ഇസ്രായേൽ ജനങ്ങൾ മോശയോട് പരാതിപ്പെട്ടു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ശാന്തരായിരിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് നിനക്കും അതേ അവസ്ഥയായിരിക്കാം. മുൻപിൽ അടഞ്ഞ വാതിൽ, പിന്നിൽ പിന്തുടരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഓർമ്മിക്കുക, അടഞ്ഞ വഴികൾ ദൈവത്തിന് ഒരു തടസ്സമല്ല. നിന്റെ ജീവിതത്തിലെ ചെങ്കടൽ എന്താണ്? കടബാധ്യതകളാണോ? കുടുംബ പ്രശ്നങ്ങളാണോ? രോഗമാണോ? അതോ നിന്റെ സ്വപ്നങ്ങൾ അതിനുള്ള തടസ്സങ്ങളാണോ? എന്തു തന്നെയായാലും ഇന്ന് നിന്നോട് ദൈവം പറയുന്നു, നിന്റെ മുൻപിലുള്ള പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിനക്കു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. ദൈവത്തിൻ്റെ ശക്തി അതിനേക്കാൾ വലുതാണ്. ഓർക്കുക, ദൈവത്തിൻ്റെ മക്കൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടവരല്ല. വചനം പറയുന്നു, ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടപ്പോൾ അവൻ അവൻ്റെ ശക്തിയിലല്ല നിന്നത്, ദൈവത്തിൻ്റെ നാമത്തിലാണ് നിന്നത്. അവൻ എന്താണ് പറഞ്ഞത്? ഈ യുദ്ധം യഹോവയുടേതാണ്. സഹോദരങ്ങളെ, ഒരു ചെങ്കടൽ നിന്റെ മുൻപിൽ വന്നാലും നീ ഭയപ്പെടേണ്ട. ഇസ്രായേൽ ജനങ്ങൾ ഭയപ്പെട്ടു, പരാതിപ്പെട്ടു, സംശയിച്ചു. പക്ഷേ ദൈവം അവരുടെ പേടിയെ അവസരമാക്കി. കടൽ പിളർന്നത് മനുഷ്യശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലും ചില ചെങ്കടലുകൾ ഉണ്ടാകും. പക്ഷെ ഓർമ്മിക്കുക, വഴിയില്ലാത്തിടത്ത് നിനക്കു വേണ്ടി ദൈവം വഴി ഒരുക്കും. എല്ലാ പ്രശ്നങ്ങളിലും നീ മിണ്ടാതിരിക്കുമ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും നീ ഉറങ്ങുമ്പോൾ പോലും യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നീ എന്താണ് ആ സമയം ചെയ്യേണ്ടത്? നീ ഭയപ്പെടരുത്, വിശ്വാസം കൈവിടരുത്. പ്രാർത്ഥനയിൽ നിന്റെ ജീവിതത്തെ നിർത്തുക. കാരണം യുദ്ധം നിൻ്റേതല്ല, എന്നാൽ ജയം നിൻ്റേതാണ്. യുദ്ധം യഹോവയുടേതുമാണ്. ഓർക്കുക, നിന്റെ വലിപ്പമല്ല, നിന്റെ ദൈവത്തിൻ്റെ വലിപ്പമാണ് നിന്റെ വിജയത്തെ തീരുമാനിക്കുന്നത്. നീ ഇന്ന് കരയുമ്പോൾ പോലും സ്വർഗത്തിൽ ഒരു യുദ്ധം നടക്കുന്നു. നിനക്കു വേണ്ടി നിന്റെ പ്രാർത്ഥനകൾ വെറുതെയാകുന്നില്ല, നിന്റെ കണ്ണുനീർ വെറുതെയാകുന്നില്ല. നിന്റെ ശബ്ദം അവൻ കേൾക്കുന്നു. ഏത് പോരാട്ടത്തിലും നിന്നെ ഉയർത്തുന്നത് വിശ്വാസത്തിൽ നീ മുറുകെ പിടിക്കുക എന്നതാണ്. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സർവശക്തനായ ദൈവമേ, ഈ നല്ലൊരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരങ്ങളെ അവിടെ നിന്ന് സ്പർശിക്കണമേ. അവരുടെ ജീവിതത്തിലെ ചെങ്കടൽ ദൈവമേ, നീ അവിടുന്ന് രണ്ടായി പിളർത്തേണമേ. അവരുടെ ശത്രുക്കളുടെ മേൽ നീ അവിടെ നിന്ന് അവർക്ക് വിജയം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.